ഒരു തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ഒരു തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു 3 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 1.5 സവാള അരിഞ്ഞതുണ്ട്, ഒരു 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ 3 പച്ചമുളക് അരിഞ്ഞത്. ഇനി അത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഇപ്പോൾ സവാളയും തക്കാളിയും ചേർക്കാം. ഏകദേശം അതൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ സവാളയൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ലേശം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നമ്മളതൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുത്തൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഈ സമയത്ത് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി ഇതൊന്ന് ഇളക്കി വെക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നമ്മളിതൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി ഇത് ഓക്കെ ആകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുത്ത് കഴിഞ്ഞ് അരയ്ക്കാം. കൂട്ടുകാരെ, ആ തക്കാളിയുടെ കൂട്ട് നമ്മളൊരു മിക്സിയിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചിട്ട് വരാം. കൂട്ടുകാരെ, ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി അരച്ചിട്ട് വന്നത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ആവശ്യമുള്ളവർക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാം. ടേസ്റ്റിയായ ഒരു തക്കാളി ചട്നിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ കൂടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് ഈ തക്കാളി ചട്നി. നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തതാണ്. എന്നാലും ഉപ്പ് കുറവുണ്ടോ, അതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് 1/2 സ്പൂണ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇടിച്ച്. കൂട്ടുകാരെ, ടേസ്റ്റിയായ ഒരു തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.